കൃതാസംകൃതം. സ്തോത്രം ചെയ്യുവേൻ, അവൻ നല്ലവനല്ലോ, അവന്റെ നേക്കുമുള്ളത് അവന്റെ നേക്കുമുള്ളത്. ഞാഗലോൻ ഗൃഹം പറയട്ടെ. ഞെരുക്കത്തിന് ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശ്വാസത്താക്കി. എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്നെ ഭയക്കുന്നവരെ കണ്ടു രസിക്കും. ക്രൂരന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ എന്നെ വളഞ്ഞു, അതേ അവൻ എന്നെ വളഞ്ഞു. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ചേർത്ത് കളയും. ഞാൻ വീഴുവാൻ തക്കവണ്ണം എന്നെ തള്ളി, എങ്കിലും എന്നെ സഹായിച്ചു. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും കോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളുണ്ട്. യഹോവയുടെ വലം കൈ വീണ്ടും പ്രവർത്തിക്കുന്നു. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവേ. ഞാനുകൾ കൂടി കടന്ന് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. നീ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയ്ക്കായി തീർന്നിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. യഹോവേ, ഞങ്ങൾ ശുഭത നൽകണമേ. യഹോവ തന്നെ ദൈവം നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിന്റെ കൊമ്പുകളോടും യാഗപശുവിനെ കയറുകൊണ്ട് കേട്ടുവേ. ചേർന്ന് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവേൻ, അവൻ നല്ലവനല്ലോ, കർത്തൻ നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ. കർത്തൻ നീ ജയിച്ചെഴുന്നേറ്റവൻ. എല്ലാം Thank you, Father. Thank you, Father. Hallelujah. കടന്നിരിക്കുന്ന അതിൽപ്പെട്ട സാന്തദാസന്മാർ, പ്രത്യേകിച്ച് ഇന്ന് കാലം നമ്മുടെ മധ്യയായിരിക്കുന്ന തോമസ് ഭാഷ കുടുംബമായി ഉണ്ടല്ലോ, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദീർഘാമേഖല യാത്ര ചെയ്താണല്ലോ പ്രിയപ്പെട്ടവർ കടന്നു വരുവാനിടയായി തീർന്നത്. കഥാദാസനെ കുടുംബമായി ദൈവം മാനിക്കട്ടെ. ഭാഷ കുടുംബവും അല്പം താമസിച്ചു പോയെങ്കിലും കടന്നു വരുവാനിടയായി. കുഞ്ഞിന് സുഖമില്ലാഞ്ഞത് കൊണ്ടാണ് നേരത്തെ വിളിച്ചു പറഞ്ഞു. ദൈവം കഥാദാസനെ കുടുംബത്തിന്റെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിനായി കടന്നുവന്ന കഥാദാസൻ കടന്നുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം എന്ന കർത്താവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ഈ 2024
അവസാന മാസം ആദ്യത്തെ ശനിയാഴ്ച ഇങ്ങനൊരു കൂടി വരുമ്പോൾ ഈ മരുഭൂമി യാത്രയിൽ ദൈവം നമുക്ക് നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മാസം നമ്മെ വിട്ട് കടന്നുപോയി, അല്ല ഒരു വർഷക്കാലം നമ്മെ വിട്ട് കടന്നുപോയി. അതിൻ്റെ നടുവിൽ ആപത്തും അനർത്ഥങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ നമ്മൾ തകർന്നു വീഴാതെ, നമ്മൾ തകർന്നു പോകാതെ വണ്ണം ദൈവം ശിഷ്യന്മാരുടെ പടകിൽ ഇറങ്ങി വന്ന് കാറ്റേ നീ അടങ്ങ്, കടലെ നീ ശാന്തമാകെന്ന് പറഞ്ഞു അവൻ ശാന്തമാക്കിയതുപോലെ ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ചതുപോലെ ഇന്ന് വഴിക്കാലം കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ സൂക്ഷിച്ചു. നാം ശാന്തമായി ഒന്ന് തിരിഞ്ഞു പരിശോധിച്ചാൽ ഈ ഡിസംബർ 7-ാം ദിവസം നമ്മൾ കർത്താവിന്റെ പാത വിട്ട് തിരിച്ചിരിക്കുന്നല്ലോ. എന്തെല്ലാം രോഗങ്ങൾ, എന്തെല്ലാം ഭാരങ്ങൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. നമ്മൾ തകർന്നു പോകേണ്ട എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. നമ്മൾ തളർന്ന് കിടക്കയിൽ നിന്ന് എണീപ്പാൻ കഴിയാതെ വേണം. നമ്മുടെ ശരീരം പലപ്പോഴും ബലഹീനമായി തീർന്നു. എന്നാൽ അതിൻ്റെ നടുവിലും ദൈവം ഇറങ്ങി വന്ന ആയുസ് തീർന്നിട്ടില്ലാത്തത് കൊണ്ട് ഈ 2022 അവസാന ഡിസംബർ 7-ാം തീയതി നമുക്ക് കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരു അവസരം കൂടെ ദൈവം നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഈ ഒരു വർഷക്കാലം എത്രയോ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. നമ്മുടെ പ്രകൃതി അറിഞ്ഞ്, നമ്മുടെ സാഹചര്യം അറിഞ്ഞ് ഇറങ്ങി വന്ന് സ്വർഗത്ത് നമ്മൾ കഷ്ടപ്പെടുന്നത് കണ്ട്, വേദനിക്കുന്നത് കണ്ട് സ്വർഗത്തിന് നമുക്ക് ഇരിപ്പാൻ കഴിയില്ല. സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന് എത്രയോ സന്ദർഭങ്ങളിൽ വ്യക്തിപരമായി നമ്മുടെ പേര് ചൊല്ലി വിളിച്ച് പ്രതികൂലങ്ങളിൽ നിന്നും നമ്മെ വിടിപ്പിച്ച ആ ദൈവത്തിന്റെ കരുണ ഓർക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ സ്തുതിക്കാനല്ലാതെ ഒന്നിനും നമുക്ക് കഴിയില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 118-ാം സങ്കീർത്തനം. എല്ലാ സങ്കീർത്തനവും ഇഷ്ടമാണെങ്കിലും നമ്മുടെ ജീവിതത്തോട് പറ്റി നിൽക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 118-ാം സങ്കീർത്തനം. അതിന്റെ 5-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമേടി എന്നെ വിശാല സ്ഥലത്താക്കി. ഇതിന്റെ ചരിത്ര പശ്ചാത്തലമൊന്നും നമുക്ക് ഇപ്പൊ ചിന്തിക്കാൻ പോകണ്ട. അതിന്റെ ഞെരുക്കം ആർക്കൊക്കെ വരും? ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും പോയും ഞെരുക്കം വരാറുണ്ട്. നമ്മൾ ഞെരുക്കത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഭൗതികമാകുന്ന ഞെരുക്കത്തെ കുറിച്ച് മനുഷ്യരെല്ലാം പെട്ടെന്ന് ചിന്തിക്കുന്നത്. ഭൗതികമാകുന്ന ഞെരുക്കം. നമുക്ക് നിത്യതയിൽ ചെന്നെത്തണമെങ്കിൽ ഭൗതികമാകുന്ന ഞെരുക്കമുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം നീതിയെ നിങ്ങൾ മുമ്പേ അന്വേഷിപ്പിൻ. അന്നേരം അന്വേഷിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് എല്ലാം തക്ക സമയങ്ങളിൽ ദൈവം ചെയ്യും, ഓർഡർ അനുസരിച്ച് തന്നുകൊണ്ടേയിരിക്കും. അതിന്റെ എത്രയോ ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ ഞെരുക്കം എന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു വേദഭാഗമുണ്ട്. മത്തായി സുവിശേഷം 5:3. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവിടെ നമ്മൾ വായിച്ചത് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. എന്താ ഭാഷ ഇങ്ങനെ പറഞ്ഞു? ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ സമ്പന്നന, വേറെ ഞാൻ ചുരുക്കി അങ്ങ് പറയാം, വേറെ ഒന്നിനും ഒരു കുറവുമില്ല എന്നുള്ള മനോഭാവത്തിൽ ദൈവസ്ഥനിൽ ഇരുന്നാൽ നമുക്ക് എന്തോ ചെയ്യത്തില്ല, കിട്ടുമോ? ഒന്നും കിട്ടത്തില്ല. എന്നാൽ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തികൾക്ക്, കർത്താവേ ഇന്ന് ഞാൻ മാസയോഗത്തിന് കടന്നു പോവുക, മാസയോഗത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിച്ചു? ആമേൻ. ഞങ്ങളെ കഴിഞ്ഞ ഒരാഴ്ച മൊത്തവും അന്ന് വരെ പ്രാർത്ഥിക്കുന്നു. മാസയോഗത്തിന് വേണ്ടി ഞങ്ങൾ സഭയായി വ്യക്തി ജീവിതങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇന്ന് കടന്നു വന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ദാരിദ്ര്യം മാറണം. എന്തു ചെയ്യണം? നമ്മുടെ ദാരിദ്ര്യം മാറണം. ഭൗതിക ദാരിദ്ര്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് വേണ്ടുന്ന തക്ക സമയങ്ങളിൽ താമ്പുരാൻ എന്നുകൊണ്ടിരിക്കും.
ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവേ, ഇന്ന് ഞാൻ മാസയോഗത്തിന് പോകാം, ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഒരു ആത്മീയ സന്തോഷം. എന്റെ ദാരിദ്ര്യം ഒന്ന് മാറി അന്യഭാഷയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് ഞാൻ ഒന്ന് ആരാധിപ്പാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ള മനോഭാവം എത്ര പേർക്കുണ്ട്? ദൈവം ഒരു മനുഷ്യരെയും പട്ടിണി കിടത്തത്തില്ല. നിത്യനിൽ എത്തണമോ എന്റെയും നിങ്ങളുടെയും ആത്മീയ ദാരിദ്ര്യം മാറും. അതിന് 5-ാമത്തെ ആയത്തിന്റെ 14-ാം വാക്യം, ഈ ലോകത്തിന്റെ വെളിച്ചമായി തീർന്നവർക്ക് മാത്രമേ ഒരുവനെ ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുവാൻ ആനയിക്കപ്പെടുവാൻ സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ഈ ലോകത്തിന്റെ വെളിച്ചമായി തീരണമെങ്കിൽ വേറെ ഒരു കാര്യങ്ങളായി ഞാൻ പറയാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഈ യോഹന്നാൻ പത്മോസിൽ വെച്ച് 7 സഭകൾക്ക് ദൂതി എഴുതപ്പം ലവോദിക്ക സഭയുടെ ദൂതെന്ന് എഴുതിയ ചില എഴുത്തുകളാണ് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് വായിച്ചേ. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്. ശീതോഷവാനാകിയാൽ നീ ഒന്നേ ആത്മീയനായിരിക്കണം, അല്ലെങ്കിൽ അനാത്മീയനായിരിക്കണം. ഈ രണ്ടും കേട്ട അനുഭവത്തിൽ പോകരുത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നിങ്ങളെ എന്നെ കണ്ടോണ്ട് വേണം അടുത്തുള്ളവനെ ഓടി വരാൻ. അല്ല, നമ്മുടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് നമ്മളെ തിന്നും കുടിച്ചും വെച്ചും വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്തും ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കാമെന്നാണോ ചിന്ത? അവിടെ നീക്കും, ഇവിടെ നീക്കും. മീൻ്റെ അടിക്കെ ചെല്ലുമ്പോ, പാമ്പിനിക്കെ ചെല്ലുമ്പോ ആ പ്രവണത ഇന്ത്യക്ക് മാറ്റും. ഏൽപ്പിച്ച വചനത്തിന്റെ മുമ്പാകെ നീ വിശ്വസ്തയോടെ നിന്നാൽ നിനക്കൊരു ഉയർപ്പുണ്ട്, നിനക്കൊരു വിടുതലുണ്ട്. അഗ്രഹത്തിലൊക്കെ മടങ്ങി വരുമ്പോ അതിന്റെ 6-ാം വാക്യം വായിച്ചേ. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ എന്ത് ചെയ്യത്തില്ല, പേടിക്കത്തില്ല. ധൈര്യത്തോടെ ആർക്ക് പറയാൻ കഴിയും? ആർക്ക് പറയാൻ കഴിയും? കൈകൊണ്ട് സ്വന്തം ചെയ്തേ. നിങ്ങളുടെ പക്ഷത്തൊന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും പറയണം, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കഴിഞ്ഞു. അന്ധകാര വ്യാപാരങ്ങൾ കൂടോടെ ഇളകി വന്ന് എന്നെ നിന്നെ തകർക്കുവാൻ തക്കം പാർത്തിരിക്കുമ്പോൾ, നമ്മുടെ അടിസ്ഥാനങ്ങളെ നീക്കിക്കളയുവാൻ അവൻ തക്കം പാർത്തിരിക്കുമ്പോൾ, അവൻ വെല്ലുവിളിക്കുമ്പോൾ, ദൈവ പൈതലേ, ഞാനും നീയും പറയണം, യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. കേൾക്കട്ടെ, അന്ധകാര വ്യാപാരം കിടുകട്ടെ. എരിവാദന്റെ മുമ്പിൽ നിൽക്കുന്ന മക പാർവതമേ, നീ ആര്? ദൈവ പൈതലേ, നിന്റെ ആത്മീയ ദാരിദ്ര്യം മാറിയെങ്കിൽ, ഈ ലോകത്തിന്റെ വെളിച്ചമായി തീർന്നിട്ടുണ്ടെങ്കിൽ, നീ ദൈവസന്നിധിയിൽ നീതിയോടെ വിശുദ്ധിയോടെ ആരാധിക്കുന്നെങ്കിൽ ദൈവം നിന്റെ സിദ്ധമാണ്. ആര് പേടിപ്പിക്കാൻ നോക്കിയാലും ധൈര്യത്തോട് നിന്ന് പറയണോ, യഹോവ എന്റെ പക്ഷത്ത്. നാളുടെ ചങ്കുറ്റം ഇതുവാനുമല്ല സ്വീകരണമല്ല. അതുകൊണ്ട് ഞാൻ ചെയ്യും. അത് ഉറപ്പാ. വാചനം മുമ്പേ വാചനം ഇല്ല. നമ്മുടെ സോപ്പ് പരിപാടിയൊന്നും വിശുദ്ധ ബൈബിളിൽ പറ്റത്തില്ല. ഈ സോപ്പ് പരിപാടിയൊന്നും ഹോളി ബൈബിൾ വിശുദ്ധ പ്രമാണത്തിൽ പറ്റത്തില്ല. നീ ആരാധിക്കുന്ന വിശുദ്ധിയോട് ആരാധിക്കണം. നിന്റെ കാര്യം യഹോവ നോക്കും. അതുകൊണ്ടല്ല ഇതുവരെ നമ്മൾ വന്നേ. വേഗത്തെ പോകാൻ വാർത്ത അവസാനിപ്പിക്കാം. ഇച്ചിരി കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. അപ്പോസ്തല പ്രവൃത്തി 23:12 മുതൽ. നേരം വെളുത്തപ്പോൾ യഹൂദന്മാർ തമ്മിൽ പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയില്ല
എഴുതുകയും കുടിക്കുകയും ചെയ്യരുതെന്ന് ശപഥം ചെയ്തു. ഈ ശപഥം ചെയ്തവർ 40-ൽ അധികം പേരായും അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ ചെന്ന് ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു. പൗലോസ് പേടിച്ചോ? പേടിച്ചില്ല. എങ്കിലും അകത്തൊരു ഉൾവിളി. പൈസലോട് ഈ യഹൂദന്മാരെന്ത് ചെയ്യുന്നറിയാമോ? 40 യഹൂദന്മാര് പൗലോസിനെ ഒടുക്കി കളയുക, കൊന്നുകളയുക തീരുമാനമെടുത്തു. ഇതാരറിയും? പൗലോസിന്റെ പെങ്ങളവൻ. അവൻ ഓടിച്ചെന്ന് ആൾക്കാർ അവ കൊടുത്തു. പൗലോസ് ശതാധിപതി. അവസാനം ഈ പെങ്ങട മോനെ ശതാധിപൻ കൂട്ടി വരുത്തിയിട്ട് അവൻ ഇതിനെ കുറിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് കൃത്യമായി കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ചെയ്ത പരിപാടി എന്ന് പറയാം, പൗലോസിനു വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് അവിടെ ചെയ്ത പരിപാടി എന്താണെന്ന് അറിയാം. 23 ആഴ്ച പൗലോസ് ചെയ്ത പരിപാടിയാണ്. ഈ രാത്രി കാരണം പൗലോസ് ലോകത്തിന്റെ പൗലോസ് ഇത്തിരി വില കൊടുത്ത പൗലോസാ. വില കൊടുത്ത് നിൽക്കുന്ന ആ ദൈവത്തിലെ അർദ്ധരാത്രിയിൽ എനിക്കും നിനക്കും വേണ്ടി ചിലരോട് സംസാരിക്കും. എനിക്ക് നിങ്ങൾക്കും വേണ്ടി അർദ്ധരാത്രിയിൽ ചില വ്യക്തികളോട് ദൈവം സംസാരിക്കും. വിടുതൽ ആ രാത്രി തന്നെ ലഭിക്കും. പൗലോസ് ലഭിച്ച വിടുതൽ അവിടെ കാണുന്നത്. അവ ചോദ്യം പെട്ടെന്ന് ഈ രാത്രിയിൽ 3 മണി നേരത്ത് കൈസരിക്ക് പോകുവാൻ 200 കാലാളെയും 70 കുതിരച്ചേവകരെയും 200 കുന്തക്കാരെയും ഒരുക്കുവിൻ. പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിക്കുവാൻ മൃഗവാഹനങ്ങളെയും സംഭരിക്കുകയും എന്ന് കൽപ്പിച്ചു. താഴെ പറയുന്ന വിധത്തിൽ ഒരു എഴുത്തുമെഴുതി. എഴുത്തുകൾ വീട്ടിൽ പോയി വായിക്കാം. ആരാധനയ്ക്കും ആസ്വാദനം വേണം മാത്രമുള്ള പുസ്തകം തുറന്ന് നോക്കാം, വായിക്കട്ടെ. വല്ലപ്പോഴും ഇതുകൂടെ വീട്ടിൽ ചെന്നുകൂടെ വായിക്കണം. ഒറ്റ രാത്രി കൊണ്ട് പൗലോസിന് വേണ്ടി ചെയ്ത ഒരു രാത്രി കൊണ്ട് ഉണങ്ങ് വഴിയെ അവൻ തളർപ്പിക്കുന്ന ദൈവമാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവമേ, മറ്റുള്ളവർക്ക് ഉണങ്ങിയ വഴിയെന്ന് തോന്നിയാലും നീ ഉണങ്ങിയിരിക്കുന്നത് തോന്നിയാലും ഒറ്റ രാത്രി കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി വടി കിളിർപ്പിക്കും. താഴോട്ട് വായിച്ചു വരുമ്പം അവിടെ പിന്നെ വായിച്ചങ്ങ് പോകാം. മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കളെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയെ ആശ്രയിക്കുന്ന നല്ലത്. സകലജാതികൾ എന്നെ ചുറ്റുവളഞ്ഞു യഹോവയുടെ നാമത്തിൽ ലോകത്തിന്റെ വെളിച്ചമായവനെ ഇത് സാധിക്കത്തുള്ളൂ. എബ്രായ ലേഖനം 13 അധ്യായത്തിൽ 5 മുതൽ വായിക്കും. അപ്പോൾ വായിച്ച് ഞാൻ നിർത്തും. എബ്രായ ലേഖനം നിങ്ങളുടെ നടപ്പ് ഞാൻ നിന്നെ ഒരു നാൾ ദൈവവൈദ്യരെ മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കും. ദിവ്യാഗ്രഹത്തിന് വേണ്ടി ഓടരുതാണ്. അവൻ ദ്രവ്യമില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് അരി മേടിക്കണം, മീൻ മേടിക്കണം, പച്ചക്കറി മേടിക്കണം. അപ്പൊ നമുക്ക് വേണ്ട ഒരു വീട്ടിൽ വേണ്ടുന്ന സകല നമുക്ക് മേടിക്കണം. അല്ലേ? മേടിക്കണ്ടേ? അത് നമ്മളെ ഉപസിക്കാതെ 325 ദിവസം അതാ പറഞ്ഞേ. ഹലോ, നമുക്കിതെല്ലാം ആവശ്യമാണ്. വിളിച്ചവനറിയാം. നമ്മുടെ വീട്ടിൽ ഇന്ന് വേണ്ടുന്ന മെനു ആർക്കറിയാം? ദൈവത്തിനറിയാം. അവൻ തന്നെ അരുളിച്ചെയ്തിരിക്കുന്നുവല്ലോ. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോട് പറയാം. സമയം അനുഭവിക്കുന്ന അതിൽപ്പെട്ട കർത്താവ് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും.